വീഡിയോ ലെങ്ത് കൂടുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാർട്ട് 1 അപ്ലോഡ് ചെയ്ത ശേഷമാണ് ഈ പാർട്ട് 2 അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 1 കാണാത്തവർ അത് കണ്ട ശേഷം ഈ ഒരു വീഡിയോ കൂടി കാണുകയാണെങ്കിൽ കുറച്ചും കൂടി മനസ്സിലാവും. ഇനി മാർക്ക് ചെയ്തതിലൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് നമ്മളിപ്പോൾ കട്ടിട്ട് കൊടുത്ത ശേഷം അറ്റാച്ച് ചെയ്യുന്നതാണല്ലോ ചെയ്യുന്നത്. ആ ഒരു രീതിയിലല്ലാതെ ഈ ഒരു രീതിയിലും ചെയ്തെടുക്കുക. അതായത് ഫ്രണ്ട് ഭാഗത്ത് നെക്കിൻ്റെ ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ബാക്കിയുള്ള ആ ഒരു നെക്കിൻ്റെ ഭാഗത്തൊരു ഡിസൈൻ വരുന്നുണ്ടല്ലോ, ആ ഒരു ഡിസൈൻ്റെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്യാതെ ഇതേപോലെ വിടാം. അപ്പോൾ ഫ്രണ്ടിലൊരു പ്ലീറ്റ് പോലെ വരും. അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നില്ല. നമ്മളിപ്പോൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സ്ലീവിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലേ, നൈറ്റീൻ്റെ സ്ലീവിൻ്റെ ഭാഗം, ആ ഒരു സ്ലീവിൻ്റെ ഭാഗത്തു നിന്നാണ് ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കൈക്കുഴിൻ്റെ ഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പീസെല്ലാം കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഇപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ ഇതേപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് എക്സ്ട്രാ പീസ് കട്ട് ചെയ്തിട്ട് അടിച്ചെടുക്കുന്നതാണ്. അല്ലെങ്കിൽ ക്രോസ് പീസ് കട്ട് ചെയ്ത ശേഷം ആം ഹോളിൻ്റെ ഭാഗം കവർ ചെയ്തെടുത്താലും മതി. ഇനിയിപ്പോൾ നമ്മൾ സെൻറ്ററിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ രണ്ട് ഭാഗമായിട്ടുള്ളത്, ഫ്രണ്ടായാലും ബാക്കായാലും നടുവിലൂടെ കട്ട് ചെയ്തെടുത്തുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് നല്ല ഭാഗം വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ സെൻറ്ററിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആം ഹോളും കൂടി ഫിനിഷ് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ, ആം ഹോൾ ഫിനിഷ് ചെയ്തെടുക്കാനുള്ള പീസ്, ആ ഒരു പീസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ആം ഹോളിൻ്റെ മുകളിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക. നല്ല ഭാഗം മുട്ടുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ആം ഹോളിൻ്റെ ഭാഗം കൂടി അങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കുക. ബാക്ക് ഭാഗവും ഇതേപോലെ ചെയ്തെടുക്കുക. നല്ല ഭാഗം മുട്ടുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നെക്കിന് താഴെ ഭാഗം കുറച്ച് വിട്ട് കൊടുക്കുന്നുണ്ട്. നെക്ക് കയറാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗ്യാപ്പാണ് കൊടുക്കുന്നത്. ബാക്കിലൊരു ഹുക്കും അയ്യും കൊടുക്കലുണ്ടല്ലോ, അപ്പോൾ അതേപോലെ കൊടുക്കാൻ വേണ്ടി മുകൾ ഭാഗം കുറച്ചൊന്ന് വിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഫ്രണ്ട് ഭാഗം ചെയ്തെടുത്ത പോലെ തന്നെ ആം ഹോളും കൂടി ഫിനിഷ് ചെയ്തെടുക്കുക. എന്നിട്ട് ഷോൾഡറും കൂടി അറ്റാച്ച് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗം കൂടി ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി താഴെ ഭാഗം മടക്കി അടിച്ചു കൊടുക്കുക. മടക്കി അടിക്കുന്നതിന് പകരമായിട്ട് വേറൊരു എക്സ്ട്രാ പീസ് എടുത്തിട്ട് പ്ലീറ്റ്സ് 2 ഇഞ്ച് നീളത്തിലുള്ള പീസ് എടുത്തിട്ട് താഴെ ഭാഗം പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കാണാൻ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, കാരണം ബാക്കിയുള്ള ആ നൈറ്റി ക്ലോത്ത് വെച്ചിട്ട് ഞാൻ വേറൊരു ഫ്രോക്കും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ക്ലോത്ത് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കാണാൻ. ബാക്ക് നെക്കിൻ്റെ ഭാഗത്ത് ഒരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് പ്രസ് ബട്ടണും കൂടി ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതേപോലെയാണ് വരുന്നത്. എങ്ങനെയുണ്ട്, ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൂടി കൊടുക്കാം. പിന്നെ ഇതിൽ പറയുന്ന അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. ഒന്ന് പഴയ മാക്സി ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക, അപ്പോൾ മനസ്സിലാവും എത്ര ഈസിയാണെന്നുള്ളത്.